മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം.ടി. വാസുദേവൻ നായരുടെ രൂക്ഷ വിമർശനം. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി. സ്വാതന്ത്ര്യമെന്നാൽ ഭരണാധികാരികൾ നൽകുന്ന ഔദാര്യത്തുണ്ടുകൾ അല്ല എന്നും എം.ടി. വിമർശിച്ചു. കോഴിക്കോട് KLF ഉദ്ഘാടന വേദിയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചത്. കോഴിക്കോട് KLFന്റെ വേദിയിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടായിരുന്നു എം.ടി. വാസുദേവൻ നായരുടെ വിമർശനം. ഭരണാധികാരി എറിഞ്ഞു നൽകുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഇവിടെ ഒരു മഹാരഥന്മാർക്കുമില്ലെന്ന് പറഞ്ഞ എം.ടി. ഉദാഹരണമായി എടുത്തത് EMSനെയാണ്. എന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് എം.ടി. പറഞ്ഞു. വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ശോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ ഋഷിക്ക് നിലനിൽപ്പുള്ളൂ എന്നും റഹീനെ പോലെ മുൻപ് രണ്ടുപേർ ഋഷിയിൽ പ്രഖ്യാപിച്ചു. സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എം.ടി. വാക്കുകൾ അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്.